മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരായ മാത്യു കുഴൽനാടന്റെ ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധവുമായി സ്ഥാനാർത്ഥി. ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതനാണ് നിരാഹാര സമരം തുടങ്ങിയത്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഈ നിരാഹാര സമരം തുടങ്ങിയതിന് പിന്നിൽ? കഴിഞ്ഞ ദിവസമാണ് മാത്യു കുഴൽനാടൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായി വരുന്നത്. 2018 പ്രളയം അത് മനുഷ്യനിർമ്മിതമാണ്, അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു, ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇത് വലിയ രീതിയിൽ ചർച്ചയായി. ഇപ്പോഴിവിടെ ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി ഈ വിഷയത്തിൽ നിരാഹാര സമരം ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പല തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നത്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നപ്പോഴൊക്കെ തന്നെ മന്ത്രി പറയുന്നത് AI നിർമ്മിതമാണെന്നാണ്. ഒരു മന്ത്രി വേണ്ട, ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു വ്യാജ ശബ്ദരേഖ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പോലീസിൽ പരാതി കൊടുക്കുക എന്നാണ്. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരു നിമിഷം പോലും വൈകാതെ മന്ത്രി പരാതി കൊടുക്കാൻ തയ്യാറാവണം. ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. പരാതി കൊടുക്കണമല്ലോ. ഒരു പരാതി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു മെയിൽ അയച്ചാൽ ഇലക്ഷൻ കമ്മീഷനും പോലീസിനും മന്ത്രിയാണ്, കേരളത്തിലെ ഒരു സീനിയർ മന്ത്രിയുടെ വ്യാജ ശബ്ദരേഖ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റാണ്. അതും അങ്ങനെ ഇറക്കിയത് ഒരു MLA ആണെങ്കിൽ ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ നമുക്ക് ഉടനടി മന്ത്രി പരാതി കൊടുക്കാൻ തയ്യാറാവണം. ഒരു നിമിഷം പോലും വൈകരുത്. പരാതി കൊടുക്കാതിരിക്കുന്നത് ഇനി കൂടുതൽ ശബ്ദരേഖകൾ ഉണ്ടാവുമെന്നുള്ള മന്ത്രിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണോ എന്നും കൂടെ സംശയിക്കുന്നു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പ്രതിഷേധത്തിലിരിക്കുകയാണ്. അതിന്റെ ഗൗരവം കൊണ്ടാണോ, എന്താണ്? കേരളത്തിലുണ്ടായ വലിയൊരു ദുരന്തം അത് മനുഷ്യനിർമ്മിതമാണെന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ ഏറ്റവും പ്രാധാന്യം കേരള ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭിക്കുക എന്നുള്ളതാണ്. കേരള ജനതയുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം. ഇപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത്, ഈ മേരി മാത എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെ കരാറെടുത്തു എന്നാണ്. പക്ഷേ ഇന്നലെ അതിന്റെ ഡയറക്ടർ കൃഷ്ണൻകുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വിളിച്ചത്. അവരങ്ങനെ ഒരു കരാർ അവിടെ ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്ന ആ കോണ്ടെക്സ്റ്റ് മുഴുവൻ ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ല, മന്ത്രിയാണ് പറഞ്ഞത് മേരി മാത അവിടെ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. അല്ല, മന്ത്രിയാണ് ഉന്നയിച്ചത്. അത് മന്ത്രി എന്തുകൊണ്ട് ഉന്നയിച്ചതെന്ന് മന്ത്രിയോട് തന്നെ ചോദിക്കണം. ഈ മേരി മാത എന്ന് പറയുന്ന കമ്പനി ചിറ്റൂരിൽ ഒരു 50 കോടി രൂപയുടെ വർക്ക് എടുത്തിട്ടുണ്ട്. അത് ലോവസ്റ്റ് ടെൻഡർ ആയിരുന്നില്ല. സെക്കൻഡ് ചേർന്നത്